ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ നിങ്ങളുടെ മനസ്സിലെ ഒരു ആഗ്രഹം എപ്പം നടക്കും എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ, അത് എപ്പം നടക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ഗൈഡൻസ് ടൈം എടുക്കുന്നുണ്ട്. നമുക്കൊരു അപ്രോക്സിമേറ്റ് നമുക്കൊരു എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാൻ കേട്ടോ. പക്ഷെ അത് മാറും. ഈ ടൈം എന്ന് പറയുന്നത് ചില മാറ്റങ്ങൾ വരും. നിങ്ങളെടുക്കുന്ന തീരുമാനം, നിങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ അനുസരിച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരുപാട് ഇതിനെ ബാധിക്കും ഈ സമയത്തിന്. സോ എന്നാലും നമുക്കൊരു ഐഡിയക്ക് വേണ്ടി, ഒരു പ്രതീക്ഷ എന്ന് പറയില്ലേ, നമുക്ക് ഒരു ഹോപ്പിന് വേണ്ടി ലേശം എപ്പോഴേക്കും നമുക്കൊരുവിധം ആഗ്രഹം നടക്കും എന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കാം. ആൻഡ് ഒറക്കിൾ മെസ്സേജസ് എല്ലാം നമുക്ക് പറ്റുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമുക്ക് എടുക്കാം. ഇന്നത്തെ ഫയലിൽ ഞാൻ വെക്കണോന്ന് ആലോചിക്കുകയായിരുന്നു. അതിൽ വെച്ചേക്കാം. ഞാൻ എന്തെങ്കിലും എടുക്കട്ടെ. രണ്ട് ഏഞ്ചൽസ് വെച്ചിട്ടുണ്ട് ഞാൻ. ഒന്ന് നമ്മുടെ ഫസ്റ്റ് പൈൽ റെഡ് കാർണീലിയൻ ഏഞ്ചലാണ്, റെഡ് കളർ ഏഞ്ചലാണ്, ക്രിസ്റ്റൽ ഏഞ്ചൽ. സെക്കൻഡ് വൺ റോസ് കോട്ട്സിൻ്റെ ഏഞ്ചലാണ്. നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യാം, ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ. നിങ്ങളുടെ ഒരു ആഗ്രഹം, മനസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്തിനെക്കുറിച്ചെങ്കിലും ഒരു മൈൻഡിൽ നിങ്ങളുടെ തോട്ട് കൊണ്ടുവരാം. അതെപ്പം നടക്കുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പൈൽ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഏഞ്ചൽ കാണില്ല, ലേശം ബുദ്ധിമുട്ടാണ്. ബട്ട് ഫസ്റ്റ് പൈൽകാർക്ക് നിങ്ങളുടെ ആഗ്രഹം സോറി, രണ്ട് കാർഡ്. ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം മെയിനായിട്ട് ഇവിടെ എനിക്ക് നിങ്ങൾ ഫൈനാൻഷ്യൽ അബണ്ടൻസിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം നിങ്ങളുടെ ലൈഫിൽ. കരിയർ അതിലൊരു ഉയരണം എന്നായിരിക്കും. ഓൾറെഡി ജോലിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ ഉയർച്ച വേണം, ഫൈനാൻഷ്യൽ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി വേണം നിങ്ങളുടെ ലൈഫിൽ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ലൈക്ക് പുതിയതായിട്ട് ചിലപ്പോൾ ജോലി കിട്ടണം എന്നുള്ള രീതിക്കായിരിക്കാം. ആൻഡ് ഇവിടെ ചിലവർക്ക് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കമ്മിറ്റ്മെൻറ്റോടെ നിങ്ങളുടെ അടുത്തൊരു വ്യക്തി വരണം എന്ന രീതിക്കും ആയിരിക്കാം. ആരോടെങ്കിലും കമ്മിറ്റഡ് ആവണം എന്നുള്ള രീതിക്ക് ഉള്ള മനസ്സ്, അതായത് മാരേജ് വേണം, അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ, നിങ്ങൾ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആവണം എന്ന രീതിക്കും ആയിരിക്കാം. കമ്മിറ്റഡ് ആയിട്ട് വളരെ നിൽക്കണം എന്ന രീതിക്ക് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവാം. പക്ഷെ മെയിൻ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ അബണ്ടൻസിനെ കുറിച്ചാണ്, കരിയറിനെ കുറിച്ചാണ്. നിങ്ങൾക്കൊരു ജോലി കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സൺ വരുമോ എന്നുള്ളൊരു ചോദ്യമായിരിക്കാം. രണ്ട് കാര്യങ്ങളുമാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്. ചെറിയ തടസ്സങ്ങളുണ്ട് ഇവിടെ. ചില തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. പക്ഷെ അത് നിങ്ങളുടെ മൈൻഡ് ബ്ലോക്കേജ് ആണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ബ്ലോക്കേജ് ആണ് എന്ന് വേണം പറയാൻ ഇവിടെ. എന്തും നിങ്ങളിലേക്ക് വരുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ തയ്യാറാവും. ബട്ട് അവിടെ നിങ്ങളുടെ സ്വന്തം പേടികൾ, നിങ്ങൾ സ്വയമാണ് നമ്മൾ വരുന്ന ഒരു ബ്ലെസ്സിങ്ങിനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്ന് പറയും. അത് നിങ്ങളുടെ പാസ്റ്റ് ചില പേടികളായിരിക്കാം. ഇപ്പോൾ നമ്മൾ കരിയറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ, ഞാനിതിൽ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ, പറ്റില്ലേ, അവിടെ അതും മാനേജ് ചെയ്യണം, വീടും മാനേജ് ചെയ്യണം. ലേഡീസ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഫാമിലി മാനേജ് ചെയ്യണം, ജോലിക്കും എത്തണം. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പേടിയുണ്ടാവാം. ഇതിപ്പോൾ ജെൻസും ആവാട്ടോ. ജെൻസ് ആണെങ്കിലും നിങ്ങളുടെ മനസ്സിലും ഒരു ഇതുണ്ടാവും, ദാറ്റ് അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ആക്സെപ്റ്റ് ചെയ്യുമോ, എനിക്ക് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അങ്ങനെ കുറച്ച് ചിന്തകൾ. നമ്മുടെ മനസ്സിൻ്റെ ചില ബ്ലോക്കേജസ്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും യെസ്, നിങ്ങളുടെ അഗെയിൻ ഇവിടെ ഒരാളുമായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അത്രത്തോളം നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ എവിടേക്കോ നിങ്ങളുടെ മൈൻഡിൻ്റെ ബ്ലോക്കേജ്, ദറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അതുപോലെ വേണം എന്നുള്ള ചില തോട്ട്സ് ആയിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ അറ്റാച്ച്മെൻറ്റ് ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ തന്നെ, ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഓഫറുമായിട്ട് വന്നാൽ തന്നെ അവിടെ നിങ്ങളുടെ മൈൻഡിലൊരു ചെറിയ
ഡൗട്ടാണ് ദാറ്റ് ഇത് ശരിയായിരിക്കുമോ, ഇത് കറക്റ്റ് ആയിരിക്കുമോ, അത് നല്ലൊരു വ്യക്തിയാണോ, നല്ലൊരു ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി നല്ലതാണോ, അതോ വേറെ എന്തെങ്കിലും വന്നാലോ, ഇതിലും ബെറ്റർ വന്നാലോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡിൻ്റെ തോട്ട്സ് ആണ്. ഓക്കെ, അതും ഇനി നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവുന്നിട്ട് ഞാൻ പോരാ, എന്നെ ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല എന്ന് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുന്നിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്നെക്കാളും കഴിവുള്ള ആൾക്കാരുണ്ട്, അവിടെ എല്ലാം ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മൈൻഡ് ബ്ലോക്കേജസ്. ഓക്കെ, അപ്പോൾ ആ മൈൻഡ് ബ്ലോക്കേജസ് ആണ് നിങ്ങളെ മെയിനായിട്ട് ഇവിടെ തടയുന്നത്. നിങ്ങൾക്ക് ഓഫർ വരുന്നുണ്ട്. ഓക്കെ, രണ്ട് കാര്യത്തിലും പറയാം, കരിയറിൻ്റെ കാര്യത്തിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്കൊരു ജോലിയുടെ ഓഫർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് നിങ്ങളുടെ മൈൻഡാണ് അതിനെ തടസ്സപ്പെടുത്തുന്നത്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി ഹാർട്ട് ഓപ്പൺ ആക്കുക. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി എന്തും ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ മുമ്പിലേക്ക് പോകാൻ പഠിക്കുക. അവനവനെ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയും പറയും നമ്മളിത്. ഓക്കെ, നമ്മൾ സ്വയം പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഒരു പുതിയ സ്ഥലത്ത് പോകാനുള്ള പേടികൾ ഉണ്ടാവും നമുക്ക്. ജോലിക്ക് എന്ന് പറയുമ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകാനുള്ള പേടികൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി നിങ്ങൾ ഏതെങ്കിലും ജോലിയിലാണെങ്കിൽ ഓക്കെ, അവിടുന്ന് വിട്ടുമാറി പോകാനുള്ള ഒരു പേടി, എന്താവും പുതിയ സ്ഥലത്ത് പോയാൽ എന്നുള്ള എല്ലാം നമ്മുടെ മൈൻഡിൻ്റെ സ്വന്തം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന തടസ്സങ്ങളാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സക്സസ് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു വിക്ടറി, സക്സസ് എല്ലാമാണ് കാണുന്നത്. ബട്ട് നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, ഇതിനെ മാറ്റിയെടുക്കാൻ നമ്മളെപ്പോഴും ഇങ്ങനെ. ഓക്കെ, വേറെ കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ടാവും. ലൈക്ക് ഒന്നുമില്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ കരിയറിൻ്റെ കാര്യത്തിൽ അവിടുന്ന് വിട്ടുമാറി പോകുന്ന ഒരു കാര്യം ഞാൻ അഗൈൻ പറഞ്ഞു. ദാറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ അത് പേടിയുണ്ടാവും. അതായത് ഒന്ന് മാറി വേറെ ഒന്നിലേക്ക് എങ്ങനെയാണ് പോവുക, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇനി പുതിയത് കിട്ടുമോ, കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് നല്ലതായിരിക്കുമോ, അതോ എനിക്ക് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എൻ്റെ ആദ്യത്തെ നഷ്ടപ്പെട്ട്, അങ്ങനെ ചിന്തകൾ നെഗറ്റീവ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം. ഓക്കെ, ഇവിടെ ടവർ കാർഡ് കാണുന്നുണ്ട്. സോ പ്രീവിയസ്ലി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ടവർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങളോട് മൂവ് ഓൺ ചെയ്യാൻ കൂടിയാണ് പറയുന്നത്. ഓക്കെ, പാസ്റ്റിൽ സംഭവിച്ചതിനെ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, പാസ്റ്റിൽ എന്താണോ സംഭവിച്ചത് അത് നിങ്ങൾക്ക് മുന്നോട്ട് ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യും. സോ മൈൻഡിൽ നിന്ന് അത് വിട്ട് കളയുക, ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ മൈൻഡ് ഹാർട്ട് ഒരുപാട് ഓപ്പൺ ആക്കുക. വരുന്നതിനെ സ്വീകരിക്കാൻ പഠിക്കുക. യൂണിവേഴ്സിനോട് നന്ദി പറയാം. എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ജോലി ആവണമെന്നില്ല, ചിലപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആഗ്രഹിച്ചതാവണമെന്നില്ല. ബട്ട് എന്ത് വന്നാലും നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. പക്ഷെ ആ വ്യക്തിയല്ല നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. വേറെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, എന്ത് വന്നാലും ശരി. ഓക്കെ, അതിലും ചില അടിയൊക്കെ കിട്ടാം നമുക്ക്, ഇല്ല എന്നല്ല. ഓക്കെ, പുതിയ ജോലിയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും പ്രശ്നങ്ങൾ വരാം. പക്ഷേ നമുക്കത് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? നമ്മൾ നടക്കുക തന്നെ വേണ്ടേ? സോ അങ്ങനെ നിങ്ങളോട് പറയുന്നത് മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാം. നിങ്ങൾ ചിലത് പാസ്റ്റിൽ നിങ്ങൾ ഒന്ന് എന്തെങ്കിലും മൈൻഡിൻ്റെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് വേണ്ടി വരുമെന്ന് പറയാം. ചിലപ്പോൾ വല്ല സ്ഥലങ്ങൾ വിട്ടുമാറി പോകണം എന്ന് പറയാം. ഓക്കെ, എന്തെങ്കിലും പിന്നിൽ ഉപേക്ഷിച്ച് ഒരു പോണ്ട തരത്തിൽ ഐ തിങ്ക് നഷ്ടപ്പെട്ടത് അവിടെ കിടന്നോട്ടെ, നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഓക്കെ, ചിലപ്പോൾ ചിലവർക്കൊരു മാറ്റം വേണം എന്നുണ്ടാവും. നിങ്ങളൊന്ന് സ്ഥലം ഒന്ന് മാറേണ്ടി വരും. ചിലപ്പോൾ ആ ബ്ലോക്കേജ് ഉണ്ടാവാം. നിങ്ങൾക്ക് എന്നിട്ട് മാറാം, എനിക്ക് എവിടെയെങ്കിലും മാറിപ്പോവുക എന്നാലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മൈൻഡ് ബ്ലോക്കേജ് ഉണ്ടാവാം. ചിലവർക്ക് ഒരു മൂവിങ് വരുന്നുണ്ട് എന്നും പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വിക്ടറി വരും, സക്സസ് വരും. അതിന് വേണ്ടി ചിലപ്പോൾ ഒരു യാത്ര നിങ്ങൾക്ക് വേണ്ടി വരും. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചത് ഇവിടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അത് രണ്ട് കാര്യത്തിലായാലും, കരിയറിലായാലും റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. പക്ഷെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് എപ്പോഴേക്കായിരിക്കും എന്നുകൂടി നോക്കാം. ഈ സിറ്റുവേഷൻ നിങ്ങളുടെ ആഗ്രഹം എപ്പോഴേക്കാണ് നടക്കാം? ഓക്കെ, ഓക്കെ, യെസ്. ഇതിവിടെ പറയുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, റിലീസ് ഓൾ എക്സ്പെക്ടേഷൻസ്. ഞാനതാ പറഞ്ഞത്, നിങ്ങളുടെ മൈൻഡ് ബ്ലോക്കേജസ് നിങ്ങൾ വിട്ട് കളഞ്ഞേക്കാം. നിങ്ങൾ ചിലത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചില രീതിയിൽ വേണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്തയുണ്ടാവും. ഓക്കെ, ആ എക്സ്പെക്ടേഷൻ നിങ്ങൾ വിട്ട് കളയുക. എന്ത് വന്നാലും സ്വീകരിക്കാൻ നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആക്കുക. ആൻഡ് വിത്തിൻ എ മന്ത് എന്ന് പറയുന്നുണ്ട്, ആൻഡ് വിത്തിൻ എ കപ്പിൾ ഓഫ് വീക്സും ഉണ്ട്. സോ 2 ആഴ്ചയ്ക്കുള്ളിൽ തൊട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കും എന്നാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, ആൻഡ് അതിനുവേണ്ടി ക്രിയേറ്റ് സ്പേസ് എന്ന് പറയുന്നുണ്ട്, ഫോർ ഇറ്റ് ടു ഹാപ്പൻ സൂണർ. ഓക്കെ, ക്രിയേറ്റ് സ്പേസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക. എന്ത് വന്നാലും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. നമ്മുടെ മൈൻഡിൻ്റെ ബ്ലോക്കേജ് മാറ്റുക ആദ്യം. സെക്കൻഡ് വൺ, നിങ്ങൾ ചിലത് പിന്നിൽ ഉപേക്ഷിച്ച് പോണ്ടിയും വരും.
ഓക്കെ, എന്തെങ്കിലും പാസ്റ്റിൽ നമ്മുടെ പേടികളെക്കുറിച്ച്, അതായത് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ഒരു ടെൻഷൻ, വിഷമം, കാര്യങ്ങൾ അതിനെ വിട്ട് കളയണം. ചിലവരെ നമ്മൾ ഫൊർഗീവ് ചെയ്ത് വിടേണ്ടി വരും, അങ്ങനത്തെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ചിലപ്പോൾ സ്ഥലം മാറാനും പറയുന്നുണ്ട്. സോ എങ്ങനെയോ എന്തെങ്കിലും ചിലപ്പോൾ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ അതിനുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കുക, പുതിയത് വരാനുള്ള സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 2 weeks to 1 month നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നത്. ഓക്കെ, ജോലിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരു 2 weeks 1 month, ഈവൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ പേഴ്സൺ വരാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വ്യക്തികളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇവിടെ ഇത് ഷഫിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ കോഡ്സ് എന്ത് ജസ്റ്റ് ക്രിസ്റ്റൽ മെസ്സേജസ് ആണ്, ജസ്റ്റ് എടുത്തു എന്ന് മാത്രം. വെറുതെ 2 അമത്തിസ്റ്റ്. ഓക്കെ, നിങ്ങൾ ഇത് വേണ്ടോ, സെയിം തിങ്. ഇതൊരു ഓഫർ വരുന്ന കാര്യമാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഓഫർ അല്ലെങ്കിൽ അപ്പോളജി, ഒരാൾ സോറി വന്ന് പറയുക, ഒരാൾ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരിക, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും ഒരു ഓഫർ ലെറ്റർ വരിക. ഓക്കെ, ജോലി കരിയറിൻ്റെ ഓഫർ വരിക, അങ്ങനെയൊക്കെ പറയാം. ഇവിടെ ഇതിലിവിടെ ബോട്ടം സർപ്രൈസ് ഫ്രം ദ യൂണിവേഴ്സ് ഇസ് അറൗണ്ട് ദ കോർണർ എന്നാണ്. ഓക്കെ, ദിസ് മൈറ്റ് കം ടു യു ഇൻ ദ ഫോം ഓഫ് ന്യൂസ് ഓർ എ പേഴ്സൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടും പുതിയത്. അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നതാണ്. ഓക്കെ, ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഒരു ന്യൂസ് ആയിരിക്കാം, ഒരു ഇൻഫർമേഷൻ മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കാം, എന്തോ ആവാം. ഓക്കെ, ആൻഡ് തിങ്സ് ആർ ഷേപ്പിംഗ് അപ്പ് ഫോർ യു. Maybe the alchemy is not visible at this point, but it's happening behind the scenes. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, ചില തകർച്ചകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ക്രിയേറ്റ് സ്പേസ് യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കുകയാണ്. ചിലത് തകർന്നാൽ ചിലത് വേറെ നമുക്ക് റീബിൽഡ് ആവുള്ളൂ, അല്ലേ? സോ അതിന് യൂണിവേഴ്സ് ചിലത് നിങ്ങളുടെ അടുത്ത് നിന്ന് എടുത്തു മാറ്റുന്നുണ്ടെങ്കിൽ, എനിക്കറിയാം വിഷമമാണ്, ബുദ്ധിമുട്ടാണ്, പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിനോട് അതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തി നമ്മളോട് ചോദിക്കുക. ഓക്കെ, യൂണിവേഴ്സ് ചിലത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ. ആൻഡ് ക്ലിയർ കോഡ്സ് നിങ്ങൾക്ക് ധരിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നത്. ക്ലിയർ കോഡ്സ് ഞാൻ നട്ടിട്ടില്ല. ഓക്കെ, ഇവിടെ ഇതൊരു വൈറ്റ് ക്രിസ്റ്റൽ, അങ്ങനെ ക്ലിയർ ആയിട്ടുണ്ടാവും അത് കാണാൻ. ഓക്കെ, ആൻഡ് അമത്തിസ്റ്റ് 2 തവണ വന്നിട്ടുണ്ട്, പക്ഷെ മെസ്സേജസ് വേറെ വേറെയാണ്. ദ വേ യു ആർ ഫീലിംഗ് റൈറ്റ് നൗ ഇസ് ടെമ്പററി, ഇറ്റ്സ് ജസ്റ്റ് എ ഡേ and things will change. Shift your focus. Okay, amethyst actually ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേഷ്യൻസ്, ക്ഷമ, നമ്മൾ ധൈര്യം, അല്ല മീൻസ് ഒരു ശാന്തത എന്നൊക്കെ പറയാം, മനസ്സിന്റെ ശാന്തത എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇതെന്തായിരുന്നു ക്ലിയർ കോഡ്സ്? സറണ്ടർ ടു നോൺ ആക്ഷൻ. ചില കാര്യങ്ങൾ നടക്കുന്നില്ല, അല്ലെ? ചില കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അതവിടെ വിട്ടേക്കാം. ആ നടക്കാത്തതും എന്തെങ്കിലും നല്ല ഇനായിരിക്കും എന്ന് വിചാരിക്കാം. ഓക്കെ, അത് ഒരു ഡിലേ ആണ്, ഒരു സമയത്തിന്റെ ഒരു മാറ്റമാണോ, ഇതിപ്പോഴത്തെ ടെമ്പററി സിറ്റുവേഷൻ ആണ്, ഇത് മാറി വരും എന്ന് നിങ്ങൾ ട്രസ്റ്റ് വെക്കുക, ശാന്തമായിട്ടിരിക്കുക നിങ്ങൾ. ഓക്കെ, യു കാൺട്ട് അട്രാക്ട് അബൻഡൻസ് if you are surrounded by negativity. You will have to consciously take a step and eliminate the negativity from your life so that you can move closer to what you want. Okay, to know what is right for you. Okay, amethyst നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ നല്ലതാണ്, സ്പിരിച്വൽ കണക്ഷനൊക്കെ നല്ലതാണ് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അമത്തിസ്റ്റ് വെച്ചിട്ടിരിക്കാം, അമത്തിസ്റ്റ് കൈപ്പിടിച്ചിരിക്കാം, അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഉണ്ടെങ്കിൽ ഇടാം. ഓക്കെ, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും, എന്താണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ആൻഡ് അത് മാത്രമല്ല, നെഗറ്റിവിറ്റി ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മൈൻഡിൻ്റെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, അതിനൊന്ന് മാറ്റിയെടുക്കുക. അത് നിങ്ങൾ തന്നെ ശ്രമിക്കാം, വേറെ ആർക്കും അത് ചെയ്തു തരാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, ആൻഡ് റിലീസ് ഓൾ എക്സ്പെക്ടേഷൻസ്. നിങ്ങൾ ഓക്കെ, ആക്ച്വലി സമയത്തിൻ്റെ പോലും നിങ്ങൾ എക്സ്പെക്ടേഷൻ ആലോചിക്കേണ്ട, എപ്പോഴേക്കാവുന്നത് ശരിയാവുക എന്ന് ആലോചിക്കേണ്ട. നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ചെയ്തു പോവാം. യൂണിവേഴ്സ് അവിടെ, യൂണിവേഴ്സിൻ്റെ വർക്ക് യൂണിവേഴ്സ് ചെയ്യട്ടെ. ഓക്കെ, എല്ലാം ഒത്തുവരും, ശരിയായിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, കാർഡ്സ് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഫയലുകാർക്ക് നമുക്ക് നല്ല പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട് മെസ്സേജസ്. ഓക്കെ, സെക്കൻഡ് ഫയലിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, സെക്കൻഡ് ഫയലിലേക്ക് പോകാം നമുക്ക്. സെക്കൻഡ് ഫയലുകാർക്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം, ഓക്കെ, അത് എപ്പോൾ നടക്കും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ നോക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ടൈമിങ്ങും എടുക്കും ഞാൻ, ആൻഡ് മെസ്സേജസ്. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താണ് പറയുന്നത്. ഓക്കെ, പ്രസ്. ഓക്കെ, 10 of Pentacles. Wow. 3 of Cups. Okay.
വാവ്, 9 of Pentacles. Oh my god. Okay, 2 of Wands. 7 of Cups. Okay, and 5 Pentacles. ഇവിടെ കൂടുതലും എനിക്ക് കരിയറിൻ്റെ കാര്യമാണ് തോന്നുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന രീതിക്ക് മാരേജ് എന്നും പറയാം. ഓക്കെ, നിങ്ങൾ മാരേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം ചിലവർ. നിങ്ങളുടെ ഒരു മാരേജ് നടക്കുമെന്ന് എംപ്രസ് ആയിട്ട് എടുക്കണമെന്നില്ല, എംപ്രറും ആവാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡും ആയിരിക്കാം ചിലവർ. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്ന ഒരു കാര്യം. ഓക്കെ, അതായത് നിങ്ങൾ കുറച്ചുകൂടി ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുക, അല്ലെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കാൻ വേണ്ടി അതായിരിക്കാം നിങ്ങളുടെ ആഗ്രഹം. ഓക്കെ, നല്ല രീതിയിൽ അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ. ഐ തിങ്ക് ഇവിടെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇവിടെ തോന്നുന്നത് നിങ്ങൾക്ക് മാരേജ് വേണം എന്നുള്ളൊരു കാര്യമായിരിക്കാം. ഓക്കെ, യെസ്, അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലവർക്ക് ഇവിടെ കുറച്ച് പേർക്ക് അഗെയിൻ കരിയറിൻ്റെ കാര്യം. ഓക്കെ, നിങ്ങൾ ജോലിയിൽ പ്രൊമോഷൻ അല്ലെങ്കിൽ ആ രീതിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. ബട്ട് ഇവിടെ ഒരു സെലിബ്രേഷൻ്റെ കാര്യം കാണുന്നുണ്ട്, ഇൻഡിപെൻഡൻസിൻ്റെ കാര്യം കാണുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക് പ്രഗ്നൻസി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം, പ്രഗ്നൻ്റ് ആവണം എന്ന രീതിക്ക് മനസ്സിലുണ്ടാവാം. ഓപ്ഷൻ 5 Pentacles. ഓക്കെ, ഓക്കെ, മേ ബി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്കൊരു മാരേജ് വേണം. ഓൾറെഡി ലൈഫ് മേ ബി നിങ്ങൾ ഏജ് ഇവിടെ ഒരു ലേശം 30s കടന്ന് 30 ഹൈ 30s അതിൻ്റെ അടുത്തേക്കൊക്കെ എത്തിയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ മാരേജ് ലേറ്റ് ആയിട്ട് ഇത്രയും ആയിട്ട് കഴിഞ്ഞിട്ടില്ല. സോ ഇതൊക്കെ ജസ്റ്റ് ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മാച്ച് ആവാൻ പറ്റും. കൂടുതൽ ഞാൻ പിക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ ആ രീതിക്ക് ആയതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ചിലപ്പോൾ ഓൾറെഡി ഐ മീൻ നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും കാലമായിട്ട് നിങ്ങളുടെ മാരേജ് നടക്കുന്നില്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇനി ഒരു മാരേജ് വേണം, എനിക്ക് ആരെങ്കിലും ഒരു പാർട്ട്ണർ വേണം എന്ന രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. ലേഡീസ് ആവണമെന്നില്ല, ജെൻസും ആവാം. ഓക്കെ, രണ്ടും ആവാം. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അങ്ങനെ ആരെങ്കിലും മാരേജ് ചെയ്യാൻ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. ആരെങ്കിലും ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. അങ്ങനെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഒരാളെ. ഓക്കെ, എനിവേ അവരുമായിട്ട് ഒരു ഫ്യൂച്ചർ വേണം എന്ന രീതിക്ക് ആയിരിക്കാം നിങ്ങളുടെ ആഗ്രഹം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കൊരു മാരേജ് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ഫാമിലി ലൈഫ് സെലിബ്രേഷൻസ് ആക്ച്വലി വരുന്നതായിട്ടാണ് കാണുന്നത്. സെലിബ്രേഷൻ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഓക്കെ, സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു മാരേജ് ഫംഗ്ഷൻ്റെ കാര്യമായിരിക്കും. ഓക്കെ, മേ ബി നിങ്ങളുടെ മാരേജ് ഫിക്സ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് തോന്നുന്നൊരു സിനാരിയോ. മാരേജ് ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ബട്ട് എനിക്ക് എൻ്റെ ഒരു ഇൻഡിപെൻഡൻസ് കൂടി വേണം എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിൽ ചിന്തയുണ്ടാവാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഏണിങ്, ലേഡീസിന് പ്രത്യേകിച്ചും. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് ലേഡീസിന് പറയുകയാണ് ഞാൻ. നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടെ കൂടി സ്വന്തമായിട്ട് ഒരു ഏണിങ് ഉണ്ടാവണം, നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി വേണം എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിൽ ചിന്തയുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. മാരേജും കരിയറും കൂടി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, ഒരു വെയിറ്റിംഗ് എനർജി കാണുന്നുണ്ട് ഇവിടെ എനിക്ക്. അതാ ഞാൻ പറഞ്ഞ ഒരു മാരേജിന് വെയിറ്റ് ചെയ്യുകയാണോ എന്ന്. ഓക്കെ, നിങ്ങൾ ആലോചനകൾ പലതും വന്നിട്ടുണ്ടാവാം. ഓക്കെ, പലതും ആലോചനകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ബട്ട് ഏതും നിങ്ങൾക്ക് അറിയുന്നില്ല എന്താണ് മേ ബി മുന്നോട്ട് പോകുന്നുണ്ടാവില്ല കാര്യങ്ങൾ. സോ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ടാവാം. ദാറ്റ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു കാര്യം നടക്കില്ല. യെസ്, ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പാസ്റ്റിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, അതായത് ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു, മുൻപുണ്ടായിരുന്ന ഒരു പേഴ്സൺ. ആ പേഴ്സൺ നിങ്ങളെ ഒന്നുമില്ലെങ്കിൽ ചീറ്റ് ചെയ്തു എന്ന് പറയാം. ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു യെസ് ഹാർട്ട് ബ്രേക്ക്. ഓക്കെ, ഗുഡ്. ഓക്കെ, സോറി, ഗുഡ് എന്ന് പറയുന്നത് ഞാൻ കൺഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് പാസ്റ്റിൽ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാസ്റ്റിൽ ആരോ നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ടുണ്ട്. നിങ്ങൾ ഹാർട്ട് ബ്രേക്ക്, ചീറ്റിംഗ് കാണുന്നുണ്ട്, ഇമോഷണലായി നിങ്ങൾ എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങൾക്ക് വളരെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നിയ ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾ ശരിക്കും അവരോട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും അവരുമായിട്ടൊരു ഫ്യൂച്ചർ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിച്ചിരുന്നു. ബട്ട് അവർ ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങൾക്ക് പ്രോമിസസ് ഒക്കെ തന്നു, നിങ്ങളെ പ്രോമിസ് തന്നിട്ട് പക്ഷെ അവർ പുറകോട്ട് മാറി എന്ന് പറയാം. ഇത് ഇങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് വരും. ബട്ട് അത് കഴിഞ്ഞാൽ വീണ്ടും ബാക്കായി പോകുന്ന ഒരു സ്വഭാവമാണ്. ഓക്കെ, അങ്ങനെ നിങ്ങളെ ഉപേക്ഷിച്ച് ആരോ പോയി എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഐ തിങ്ക് മുന്നോട്ട് ഒരു മാരേജിനെ തന്നെ ഒരു പേടിയായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ. ബട്ട് നിങ്ങൾ സ്റ്റേബിളായിട്ട് നിങ്ങളെ ശരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആ ആഗ്രഹം നടക്കും. ഒന്നാമത്തെ കാര്യം
ഇവിടെ പോസിറ്റീവ് റീഡിംഗ് ആണ്. ഓക്കെ, ആ ആഗ്രഹം നടക്കും നിങ്ങളുടെ. ഓക്കെ, ബട്ട് കുറച്ച് വെയിറ്റിംഗ് എനർജി ഉണ്ട്. മേ ബി ഇവിടെ എന്താ പറയുക അറിയോ, നിങ്ങൾ ഒരുപാട് ഡെസ്പറേറ്റ് ആവരുത് എന്ന രീതിക്ക് പറയും. ഓക്കെ, ഡെസ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വേണം 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 എന്നുള്ള ചിന്തയുണ്ടല്ലോ. മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് ടെൻഷൻ ആവുന്നത്. ഓരോരുത്തരും ഓരോന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും, പറയുന്നുണ്ടാവും, ഇനി ആയില്ലേ മാരേജ് എന്ന് പറയുന്നുണ്ടാവും. സോ അന്ന് അതും എൻ്റെ സമയം കഴിഞ്ഞു പോകണു, എൻ്റെ പ്രായം കൂടി വരുന്നു, എനിക്ക് ആരെങ്കിലും കിട്ടുമോ എൻ്റെ ലൈഫിൽ എന്ന രീതിക്കുള്ള ചിന്ത. അപ്പോൾ അവിടെ ഒരു ലാക്ക് മെൻറ്റാലിറ്റി നമ്മുടെ ക്രിയേറ്റ് ആവുകയാണെന്നാണ് പറയാം. ഓക്കെ, അതായത് എൻ്റെ കയ്യിലില്ല എന്നുള്ള ഒരു സംഭവം നമ്മൾ ഫീൽ ചെയ്യുന്ന പോലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഈ എനർജി ലേശം ഡിലേസ് വരും. ഓക്കെ, നമ്മൾ അങ്ങനെ ഫീൽ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്താണോ, പക്ഷേ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്കെല്ലാം ബ്ലെസ്ഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത് ഇവിടെ. നിങ്ങൾ കരിയറിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നിങ്ങൾ കരിയർ ഇപ്പോൾ നമുക്ക് പൈസ കിട്ടി ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന രീതിക്ക് അല്ലെങ്കിൽ പോലും എവിടേക്കോ നിങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാൻ നിങ്ങൾക്ക് കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ലേഡീസ് ആണെങ്കിൽ പ്രത്യേകിച്ചും. ഓക്കെ, ഈവൻ ജെൻസ് ആണെങ്കിലും തന്നെ നിങ്ങൾക്ക് കരിയർ വൈസ് നിങ്ങൾ ഓക്കെ ആണ്, നല്ലൊരു ഇതിലാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം നിങ്ങളുടെ ലൈഫിലുണ്ട്. ബട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് മേ ബി ഒരു ലൈഫ് പാർട്ട്ണർ എന്ന രീതിക്കായിരിക്കും. ഓക്കെ, ബട്ട് അതില്ല ഇല്ല ഇല്ല എന്നുള്ള ആ ഒരു തോന്നൽ, ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിട്ട് കളയാം. ഓക്കെ, നിങ്ങൾക്കൊരു അഡ്വൈസ് ആണ്. ഈ പ്രീവിയസ്ലി നിങ്ങൾക്ക് ചില എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ മറ്റേ പഴയ എക്സ്പീരിയൻസ് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ടെൻഷനാണ് നിങ്ങൾക്ക്, അത് വർക്കൗട്ട് ആവോ ഇല്ലേ എന്നുള്ളൊരു പേടി കൂടിയാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഇവിടെ എനിക്ക് കാണുന്നത്. മേ ബി ഈ ഒരു അബണ്ടൻസ് വരാനുള്ള വെയിറ്റിംഗ് ആയിരിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ, അതായത് നിങ്ങളുടെ കരിയറിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മേ ബി എന്തൊക്കെയോ, പക്ഷെ നിങ്ങളുടെ പാസ്റ്റ് അനുഭവങ്ങളാണ് നിങ്ങളെപ്പോഴും ഒരു മനസ്സിൽ നിങ്ങൾക്ക് കിടക്കുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതിപ്പോൾ കരിയറിലെ ഗ്രോത്ത് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അത് വരുന്നുണ്ട്. ഫാമിലി ആഗ്രഹമാണെങ്കിൽ, മാരേജ് അങ്ങനത്തെ ആഗ്രഹമാണെങ്കിൽ അതും വരുന്നുണ്ട്. ഓക്കെ, ശരിക്കും ആക്ച്വലി മാരേജ് കാർഡാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കൂടുതലും. കാര്യം ഇവിടെ എല്ലാം ഫാമിലി കാർഡാണ്. ഓക്കെ, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഫാമിലിയിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ, അല്ലെങ്കിൽ പാരൻസുമായിട്ട്, അല്ലെങ്കിൽ വേറെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇവിടെ അതിനെല്ലാം ഒരു സൊല്യൂഷൻ കിട്ടും. മേ ബി ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കാം. എന്ത് തന്നെയായാലും ശരി, നിങ്ങൾക്ക് ഇവിടെ ഒരു പോസിറ്റീവ് നമ്മൾ ഒരു ആൻസർ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ദാറ്റ് നിങ്ങൾക്കെല്ലാം കിട്ടും. നിങ്ങളുടെ ഉള്ളിൽ കഴിവുകളുണ്ട്. നിങ്ങൾ വളരെ ആക്ച്വലി നിങ്ങൾ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഫാമിലിയെ ഞാൻ നല്ലോണം കെയർ ചെയ്യണം, എന്തെങ്കിലും സെലിബ്രേഷൻ വരുന്നുണ്ടാവാം ചിലപ്പോൾ, അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരിക്കാം നിങ്ങളുടെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പക്ഷെ ഒരുപാട് ആലോചിച്ച് എന്തൊക്കെയോ വറി ചെയ്യുന്നുണ്ട്. ചിലത് ഓക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള ഫീലിംഗ് ആയിരിക്കാം, ഫാമിലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായിരിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുമോ എന്നുള്ള പേടികളായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എന്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന രീതിക്ക് ഒരു ചിന്ത കാണുന്നുണ്ട്. ഓക്കെ, ഫാമിലിക്കാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, വേറെ എന്തെങ്കിലും ആണോ, കാര്യങ്ങൾക്കാണോ, മേ ബി അതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം നിങ്ങൾ. ഓക്കെ, അതായത് കരിയറിലേക്ക് കൂടുതൽ ഫോക്കസ് അല്ലെങ്കിൽ ഫാമിലിക്ക് കൊടുക്കുന്നില്ല കുറച്ച് സമയം എന്നുണ്ടെങ്കിൽ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് നല്ലതാണ്. ഇവിടെ എനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒരു ഡിവൈൻ ടൈം നോക്കാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എപ്പം നടക്കും നോക്കാം. ഒരു മാരേജിനാണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അത്, അല്ല ജോലിയുടെ പ്രൊമോഷൻസ് കാര്യങ്ങൾ, ജോലിയിൽ എന്തെങ്കിലും അബണ്ടൻസ് അങ്ങനെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴേക്കും നമുക്ക് നടക്കും എന്ന് നോക്കാം. ചിലവർ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, എനിക്ക് അതിൻ്റെ എന്തിൻ്റെ ആയാലും ശരി, നമുക്കൊരു സമയം യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ടൈം എത്ര പറയുന്നുണ്ട്? അറൗണ്ട് മേ. നോ നീഡ് ടു ഹറി. ഓക്കെ, ഏപ്രിൽ, ഫൈൻ. ഓക്കെ, നമുക്കിവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നോ നീഡ് ടു ഹറി എന്നാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മാരേജിൻ്റെ കാര്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തിരക്ക് പിടിക്കണ്ട. ഓക്കെ, നടക്കും കാര്യങ്ങൾ. അല്ല, ഇപ്പം നിങ്ങൾ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ കരിയറിൻ്റെ ഗ്രോത്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിലും ഒന്നും കുറച്ച് തിരക്ക് പിടിക്കാതിരിക്കുക. ഞാൻ മനസ്സിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇല്ല എന്നുള്ളൊരു ഫീല്. ഓക്കെ, ഒരു വെയിറ്റിംഗ് എനർജി, അതിൽ നിന്നൊന്ന് മാറുക നിങ്ങൾ. ഓക്കെ, വെയിറ്റിംഗ് എനർജിയിൽ നിന്ന് മാറാം. അത് വരുമ്പോൾ വന്നോട്ടെ എന്ന രീതിയിൽ നിങ്ങൾ വിട്ട് കളയാൻ പഠിക്കുക. ആൻഡ് ഇവിടെ മെയ്യുണ്ട് ഏപ്രിലുണ്ട്. സോ ഏപ്രിൽ മെയ്ൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് കാണാനുള്ള സാധ്യതയാണ്. കുറച്ച് സമയം കൂടുതലാണ് എനിക്കറിയാം. ഓക്കെ, ഇപ്പം ജസ്റ്റ് ജൂൺ ജൂലൈ ആയുള്ളൂ. ഇനി ഒരു 6 മാസമെങ്കിലും സമയമുണ്ട് അല്ലേ? പോരാ, 6 മാസമല്ല, അതിനെക്കാട്ടിലും ഉണ്ട് അല്ലേ? ഓക്കെ, കുറച്ച് കൂടുതൽ സമയം കാണിക്കുന്നുണ്ട്. സോ ബട്ട് ഐ തിങ്ക് ഈ ഒരു ടൈം
നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ തനിയെ നിങ്ങളൊരു ഹാപ്പിനെസ് നിങ്ങളുടെ കണ്ടെത്തുക. ഓക്കെ, അതൊക്കെ ചെയ്യാനുള്ളൊരു സമയമാണ്. എല്ലാം ശരിയായി വരും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കൊരു ഏപ്രിൽ മെയ്ൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് ഷഫിൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇവിടെ ഇത് ക്രിസ്റ്റൽസിൻ്റെ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, ലവ് ഇസ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ എന്നാണ്. സോറി, തിങ്ക് ഇഫ് യു വർ ഇൻ ലവ് ഹൗ വുഡ് യു റിയാക്ട്. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് അതിനെ സോൾവ് ചെയ്യാൻ നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഹെൽപ്സ് യു ഫൈൻഡ് ലവ് വിത്തിൻ വിച്ച് യു ദെൻ ക്യാൻ ഷെയർ വിത്ത് ദ വേൾഡ്. ഓക്കെ, ആക്ച്വലി കുൻസൈറ്റാണിത്. കുൻസൈറ്റ് എന്നുള്ള ഒരു പിങ്ക് കളറാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു പിങ്ക് കളർ, ഒരു സ്റ്റോൺ, പർപ്പിൾ പിങ്കിഷ് കളറാണ് സ്റ്റോണ്, ക്രിസ്റ്റലാണിത്. അപ്പോൾ ഈ ക്രിസ്റ്റൽ ധരിച്ചാൽ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് സെൽഫ് ലവിനാണ് ആക്ച്വലി. ഇത് സെൽഫ് ലവ്. ആദ്യം ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടാവും, മറ്റുള്ളവർക്കെല്ലാം കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരു ലൈഫ് പാർട്ട്ണർ നിങ്ങൾക്ക് വേണമെന്ന്, നിങ്ങൾക്ക് പ്രീവിയസ് ചില എക്സ്പീരിയൻസസ് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, മുമ്പ് നിങ്ങളെ ആരെങ്കിലും ചതിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എവിടേക്കോ നിങ്ങളുടെ ഒരു സെൽഫ് ലവിൻ്റെ കുറവാണ് കാണിക്കുന്നത്. സോ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുക എന്നാണ് പറയുന്നത്. ആൻഡ് സെയിം പാറ്റേൺസ് ആർ റിപ്പീറ്റിംഗ്. ഇറ്റ്സ് ഓൺലി യു ഹു ക്യാൻ ഐഡൻറ്റിഫൈ ഇറ്റ് ആൻഡ് ബ്രേക്ക് ഫ്രീ ഫ്രം ഇറ്റ്. ആമസോണൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്രിസ്റ്റലാണ്, ഗ്രീൻ കളറാണ്. അത് ധരിക്കുമ്പോൾ അതിനെ ഇടണം എന്നൊന്നുമില്ല കേട്ടോ. ഈ കാര്യങ്ങൾ നിങ്ങൾ മാറ്റിയാൽ കൂടി മതി. നിങ്ങളോട് പറയുന്ന ചില പാറ്റേൺസ് നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റ് ആവുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ മാരേജ് അങ്ങനെ ആലോചിച്ചു, ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു, പക്ഷെ അവർ നിങ്ങളെ ചതിച്ചിട്ട് പോയി. ഓക്കെ, വീണ്ടും നിങ്ങൾ ആരെങ്കിലും വീണ്ടും അങ്ങനെ ഒരു എന്താ പറയുക, ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയി, വീണ്ടും അതേപോലെ ഒരു പാറ്റേൺ വന്നു. അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് വീട്ടിൽ എപ്പോഴും ഇഷ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ ഒരേ കാര്യമായിരിക്കും റിപ്പീറ്റ് ആയിട്ട് വരുന്നത് എപ്പോഴും. അപ്പോൾ അതെന്തുകൊണ്ടാണ്, എന്താണ് ആ സംഭവം ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം. ആൻഡ് അതിനെ മാറ്റാൻ തുടങ്ങാം. ഓക്കെ, അതിനെ മാറ്റം വരുത്താൻ നിങ്ങൾക്കേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ സംടൈംസ് യു ഡു നോട്ട് ഗെറ്റ് ദ ആൻസേഴ്സ് to all your questions. It's not like you will never get it. You will. But now is not the time to think about this. Okay, നിങ്ങളോട് പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ ആൻസർ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി റിലേഷനിലായിരുന്നു, അവർ നിങ്ങളെ വിട്ടുപോയി, പെട്ടെന്ന് ചീറ്റ് ചെയ്ത് പോയി എന്ന് വിചാരിക്കാം. എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. ബട്ട് എവിടെയോ എനിക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ ഇമോഷണൽ പേഴ്സൺ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ എംപ്രസ് എന്ന് കാണുന്നുണ്ട്. എംപ്രസ് പറയുമ്പോൾ നമ്മളൊരു അമ്മ എന്ന രീതിയിൽ പറയാം. വളരെ കെയറിങ് ആയിട്ടുള്ള നേച്ചർ, മറ്റുള്ളവരെ കെയർ ചെയ്യാം, മറ്റുള്ളവരെ ടേക്ക് കെയർ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ളൊരു നേച്ചർ എന്ന് പറയാം. സോ മേ ബി എവിടെയെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ചില ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾ അവനവനെ പക്ഷെ കെയർ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ ആൻസർ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരെന്നെ വിട്ടുപോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ചില നഷ്ടങ്ങൾ വന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, അത് ഇപ്പോൾ കിട്ടുന്നില്ല എന്നാണ്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് പക്ഷേ കൂടുതൽ വറി ചെയ്യേണ്ട, അതവിടെ വിട്ടേക്കുക. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് വിത്ത് ടൈം നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. ഓക്കെ, പീച്ച് മൂൺ സ്റ്റോൺ ഇടാൻ പറയുന്നുണ്ട്. ടു അവോയ്ഡ് അൺനെസറി ഓവർ തിങ്കിങ്ങിൽ നിന്ന് മാറുക നിങ്ങൾ. ഓക്കെ, ലേശം ഓവർ തിങ്കിങ്ങിൽ നിന്ന് മാറുക. ആൻഡ് ബ്ലഡ് സ്റ്റോൺ, ഇറ്റ് റിക്വയർസ് കറേജ് ടു പെർസ്യൂ ദി സിറ്റുവേഷൻ കോളിംഗ്, ഡു യു ഹാവ് ഇറ്റ് ഇൻ യു. ഓക്കെ, ബ്ലഡ് സ്റ്റോൺ എന്ന ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കൊരു കുറച്ച് കറേജ് വേണം, ധൈര്യം വേണം എന്നാണ് പറയുന്നത്. അതിന് വേണമെങ്കിൽ ബ്ലഡ് സ്റ്റോൺ ധരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്പോൾ മേ ബി മാരേജിൻ്റെ കാര്യമോ, ഞാൻ പറഞ്ഞ പോലെ മാരേജ്, ഫാമിലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ കരിയർ നിങ്ങൾ എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ബിസിനസ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ചിലപ്പോൾ ഒരു ധൈര്യമോ കറേജോ ഒക്കെ വേണമെങ്കിൽ ഈ ക്രിസ്റ്റൽ നിങ്ങൾക്ക് ധരിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ അഡ്വൈസ് എനിക്ക് എന്തായാലും പോസിറ്റീവ് ആണ്. ബട്ട് ടൈം എടുക്കും നിങ്ങളുടെ കാര്യം നടക്കാൻ എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, കാര്യം നടക്കാൻ ഒരല്പം സമയമെടുക്കും. കുറച്ച് ക്ഷമയോടെ ഇരിക്കുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു സമയമാണ്. ഓക്കെ, നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ, നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു സമയമാണ്. നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യുക. ആദ്യം സെൽഫ് ലവ്, ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് സെൽഫ് ലവ് എപ്പോഴും. ഓക്കെ, സോ എനിവേ എല്ലാം നല്ലതായിട്ട് വരട്ടെ. നമുക്ക് സമാധാനമായിട്ട് ഇരിക്കുക എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.